അങ്ങനെ ഒരുപാട് സന്തോഷം. മലയാളക്കരയ്ക്കും മധ്യ കേരളത്തിനും ഒക്കെ അഭിമാനിക്കാവുന്ന പത്മഭൂഷൺ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന് ലഭിച്ചിരിക്കുന്നു. ഈ പത്മഭൂഷൺ നേടിയ വെള്ളാപ്പള്ളി നടേശൻ സാറ് തന്നെ ഈ പത്മഭൂഷണെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നമുക്ക് കേട്ടുകൊണ്ട് പത്മഭൂഷണ് കിട്ടിയ ആ വെള്ളാപ്പള്ളി നടേശൻ സാറിന് നമുക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കാം. ആദ്യം ഇത് കേൾക്കാം. സാർ ബിജെപിയോട് ഇത്ര അടുത്ത് വാർത്തയ്ക്കുമ്പോൾ പത്മഭൂഷൺ കിട്ടുമല്ലേ? എനിക്ക് വേണ്ട. പത്മഭൂഷൺ വല്ല വിലയുണ്ടാ? അത് കാര്യം കൊടുത്താൽ കിട്ടുന്ന സാമാനായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്തം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ കേൾക്കും. പല അവാർഡുകൾക്കും വരുന്നുണ്ട്. നോന്ന് പറയും. അല്ല, സാർ ബിജെപിയോട് അടുത്ത് വാർത്തയ്ക്കുമ്പോൾ പത്മഭൂഷൺ കിട്ടുമല്ലേ? എനിക്ക് വേണ്ട. പത്മഭൂഷൺ വല്ല വിലയുണ്ടാ? അത് കാര്യം കൊടുത്താൽ കിട്ടുന്ന സാമാനായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്തം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ കേൾക്കും. പല അവാർഡുകൾക്കും വരുന്നുണ്ട്. നോന്ന് പറയും. പത്മഭൂഷൺ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമാണെന്നും അതേത് പട്ടിക്ക് വേണമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹത്തിൻ്റെ ആ സരസ്വതി കടാക്ഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കാശ് കൊടുത്താൽ കിട്ടുന്ന സമ്മാനമാണെന്നും ഒരു പട്ടിക്കും ആവശ്യമില്ലെന്നുമുള്ള നിലപാടിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ എത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ സാറിന് പത്മഭൂഷൺ കിട്ടുമ്പോൾ പണ്ട് നമ്മളൊക്കെ പറയുമല്ലോ, ആ സമൂഹത്തെയും രാജ്യത്തെയും സംസ്ഥാനത്തെയും ഒക്കെ ആദരിക്കപ്പെടുകയാണ്. പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സാറിന് കിട്ടുമ്പോൾ അത് കൊടുക്കുന്നവരുടെ ആഗ്രഹം നമുക്ക് വളരെ വ്യക്തമാണ്. ഇനി അത് ശുപാർശ ചെയ്ത സംസ്ഥാന സർക്കാരുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും അറിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയോടെ ആണോ ഇത് കൊടുത്തത്? രണ്ടായാലും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ ആങ്കർ സൂചിപ്പിച്ചതുപോലെ, രണ്ടുപേർക്കും തുല്യമായി ഒരു അഭിപ്രായ ഐക്യമുള്ള, അല്ലെങ്കിൽ സ്നേഹമുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ എന്നുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ഈ പത്മഭൂഷൺ എന്ന് പറയുന്ന ഈ അംഗീകാരം അത് ഈ രാജ്യത്തിൻ്റെ ചെറിയ സംഗതിയൊന്നുമല്ല. അത് വളരെ പ്രശസ്തമാണ്. 1954 ജനുവരി 2-നാണ് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാപിച്ച ഈ സിവിലിയൻ ബഹുമതി, ഭാരതരത്നം, പത്മവിഭൂഷൺ എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഈ പത്മഭൂഷൺ എന്ന് പറയുന്നത്. പത്മശ്രീ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പത്മശ്രീ അത് ഈ പത്മഭൂഷണക്കാൾ വളരെ താഴെയുള്ള, അല്ലെങ്കിൽ താഴെയുള്ള ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഭാരതരത്നവും പത്മവിഭൂഷണും ഇനി വരും വർഷങ്ങളിൽ വെള്ളാപ്പള്ളി സാറ് നേടാനുള്ള ഒരു അവസരം കൂടിയാണ്. രാഷ്ട്രപതി ഒപ്പിട്ട ഒരു പ്രശംസാ പത്രവും അതുപോലെ വട്ടത്തിലുള്ള ഒരു മുദ്രയും പുരസ്കാര ജേതാവിന് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ഇത് പ്രഖ്യാപിച്ച് പിന്നീട് നൽകുന്നത്. ഇനി ഇത് ലഭിച്ചിട്ടുള്ള ആളുകളെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ തിളക്കം നമുക്ക് മനസ്സിലാവുന്നത്. കുഞ്ഞിരാമൻ പാലാട്ടുകണ്ടത്ത്, PK വാര്യർ, അമ്മന്നൂർ മാധവച്ചാക്യാർ, അഷ്ടവൈദ്യൻ ET നാരായണമൂസ്, A രാമേന്ദ്രൻ, A ശ്രീധരമേരോൻ, ACN നമ്പ്യാർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കാർട്ടൂണിസ്റ്റ് ശങ്കർ, കീഴൂട്ടാർ മാധവൻ നായർ, കൂഴൂർ നാരായണമാരാർ, K കസ്തൂരിരംഗൻ, KR രാമനാഥൻ, KM മാത്യു, KN പണിക്കർ, KPS മേനോൻ, ക്രിസ് ഗോപാലകൃഷ്ണൻ, ഗബ്രിയേൽ ചിറമേൽ, TN കൃഷ്ണൻ, TJS ജോർജ്, TV ഗോപാലകൃഷ്ണൻ, തൃശ്ശൂർ V രാമചന്ദ്രൻ, പോത്തൻ ജോസഫ്, മടവൂർ വാസുദേവൻ നായർ, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ സാറിനൊക്കെ കിട്ടിയതാ, വലിയ അവാർഡാ. പിന്നെ KJ യേശുദാസ്, നമ്മുടെ ദാസേട്ടന്, രാഘവൻ തിരുമുൽപ്പാട്, ലക്ഷ്മി N മേനോൻ, വർഗീസ് കുര്യൻ, TVR ഷേണായി, CP കൃഷ്ണൻ നായർ, EC സുദർശനൻ എന്നിവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ബാലമാഷിൻ്റെ, നമ്മുടെ ബാലൻ സഖാവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാർക്കോ അല്ലെങ്കിൽ സജി ചെറിയാനണ്ണൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വടക്കൻ കേരളത്തിലുള്ള ചില പ്രത്യേക വിഭാഗത്തിനോ ഇതിനകത്ത് കിട്ടിയതായി കാണുന്നില്ല. ഒരുപക്ഷെ അവർ ആ അർഹതാ മാനദണ്ഡം മറികടക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരാതിരുന്നത്. ഇനി ഗൂഗിളിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഓടെ ഒന്ന് വായിച്ച് നോക്കിയപ്പം കണ്ടൊരു സംഗതിയാണ്. അത്രമേൽ പ്രധാനപ്പെട്ട മന്നത്ത് പത്മനാഭന് കിട്ടിയ, KJ യേശുദാസിന് കിട്ടിയ സംഗതിയാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ് തന്നെ വളരെ വില കുറച്ച് കണ്ട
അത്രയും മഹത്തായ ഒരു വലിയ സിവിലിയൻ ബഹുമതിയാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിന് തേടി വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് പറയുമ്പോൾ അത് ലഭിച്ചതിൻ്റെ ഭാഗമായി ചിലരൊക്കെ മാൻഹോളിലെ കഥയും പിന്നെ വിദ്വേഷത്തിൻ്റെ കഥ അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ ഒത്തിരി നാളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ഞാൻ വലിയ വർത്തമാനമൊന്നും ഈ പറയുന്ന വിദ്വേഷത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഇത്രയും വലിയൊരു ബഹുമതി ലഭിച്ച സ്ഥിതിക്ക് ആ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ ചിന്തിക്കുമ്പോൾ കേൾക്കുന്ന കൗതുകകരമായ വാർത്തകൾ ഇപ്പോഴും പ്രസക്തമാണ്. SNDP എന്ന് പറയുന്ന അങ്ങ് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായത്തിലെ ആളുകൾക്ക് വളരെ ചെറിയ പലിശയ്ക്ക് നമ്മൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന മൈക്രോ ക്രെഡിറ്റ് സംവിധാനത്തിലൂടെ സ്വയം തൊഴിലുകളിലൂടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെ അങ്ങനെയുള്ള വായ്പാ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ ചെറിയ വായ്പയ്ക്ക് നൽകേണ്ട വലിയ ഒരു തുക അത് വകമാറി ചെലവഴിച്ചെന്നും കിട്ടിയില്ലെന്നും കുടിശ്ശിക വരുത്തിയെന്നും മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചും എന്നുമൊക്കെ പറഞ്ഞിട്ട് പണാപഹരണത്തിനും ധനാപഹരണത്തിനുമുള്ള കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈയിടെയും കുറ്റപത്രം മറ്റോ കൊടുക്കാത്തതിന് അലക്കി വിളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് വേറൊരു സമുദായവുമായിട്ടും ബന്ധപ്പെട്ടതല്ല, അങ്ങയുടെ സമുദായവുമായിട്ടും സർക്കാരുമായി മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഇടപെടലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇടപെടലോ ജിഹാദി ഇടപെടലുകളോ ഒന്നും അക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലവിലുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സമാനമായ പലതരം സംഗതികളുമൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യം ബഹുമാനിക്കുന്ന, രാജ്യം അംഗീകരിക്കുന്ന നമ്മുടെ മലയാള മനോരമയിലെ KM മാത്യു സാറിനെ പോലെ, KJ യേശുദാസ് സാറിനെ പോലെ, മന്നത്ത് പത്മനാഭൻ സാറിനെ പോലെ അങ്ങയെയും ആദരിച്ച് നിർത്തിയിരിക്കുന്നത്. ആ ആദരപത്രം അങ്ങയ്ക്ക് നൽകുമ്പോൾ വാട്ട് ഈസ് പാസ്റ്റ് കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞുപോയി. നമ്മളില്ല ഇന്നസെൻ്റ് ഒരു സിനിമയിൽ ചോദിക്കുന്നത് പോലെ ഇപ്പോഴാണ് പുറപ്പെട്ടത്, വേണമെങ്കിൽ അരമണിക്കൂറൂടെ മുമ്പേ പുറപ്പെടാമെന്ന് പറയാൻ യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ അങ്ങയ്ക്ക് വയസ്സ് 10 89 കണ്ടായി. 89 അത്ര വലിയ വയസ്സല്ലെന്ന് അങ്ങ് തന്നെ തെളിയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും ചിലപ്പോൾ നമ്മുടെ VS-നൊക്കെ ജീവിച്ചിരുന്നത് പോലെ 100 വർഷം അങ്ങയുടെ സേവനം സമുദായത്തിനും സമൂഹത്തിനും ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത് കിട്ടിയത് മുതൽ നമ്മളിപ്പോഴത്തെ കാലത്തെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നന്നാക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ പറയുന്നത് അടിച്ചുകൂടാ, അവരെ തല്ലിക്കൂടാ, അതിന് പകരം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ രാജ്യം വളരെ ആദരപൂർവ്വം അങ്ങയെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങിനി പണ്ട് സഞ്ചരിച്ച വഴികളിൽ നിന്നൊക്കെ ഒന്ന് മാറി സഞ്ചരിക്കാൻ വേണ്ടി ഒരു ശ്രമം, പുതിയ ഒരു പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സാറായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ ഭാഗമായി ഈ കോളേജുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ കൊടുക്കുമ്പോൾ ഈ കോഴ വാങ്ങുന്നതും കാശ് വാങ്ങുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ED ഇപ്പോൾ ഈ അവാർഡ് തന്ന സർക്കാരിൻ്റെ ഭാഗമായ ഏജൻസി പണ്ട് അങ്ങയെ തിരക്കി വന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കണ്ടിരുന്നു. പക്ഷെ അവരെല്ലാം ആ സമസ്താപരാധങ്ങളെല്ലാം മറന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈക്കോടതിയിൽ കിടക്കുന്ന കേസ് മറന്ന്, അങ്ങയുടെ സരസ്വതീ കടാക്ഷം മൂലം നാവിൻ തുമ്പിൽ നിന്ന് കൊഴിയുന്ന മണിമുത്തുകൾ കേരളത്തിൽ സൃഷ്ടിക്കുന്ന എല്ലാ നന്മകളും മറന്ന്, പിന്നെ ഈ പറഞ്ഞതുപോലെ ED വന്നതുമെല്ലാം മറന്ന് അങ്ങേക്ക് ഈ സംഗതി തരുമ്പോൾ ആ സംഗതിയിൽ നമ്രശിരസ്കനായി ആദ്യം പറഞ്ഞതുപോലുള്ള കുരുത്തക്കേടൊന്നും പറയാതെ ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നതാണെന്നും ഈ സാമാനം ഏത് പട്ടിക്ക് വേണമെന്നും ഞാൻ വാങ്ങത്തില്ലെന്നും ഒക്കെ പറഞ്ഞതൊക്കെ അത് പതിരില്ലാതെ പറഞ്ഞതാണ്. അത് സരസ്വതീ കടാക്ഷം വികട സരസ്വതീ കടാക്ഷം വന്നുപോയതാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്നൊക്കെ മാപ്പ് പറഞ്ഞ് പുതിയ ഒരു പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സാറായി, പുതിയ ന്യൂജനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സാർ ഉയിര് അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പത്മഭൂഷൺ സലാം. ഇതിനു മുമ്പ് കിട്ടിയവർക്കും അഭിനന്ദനങ്ങൾ. പത്മഭൂഷൺ ഇപ്പോൾ കിട്ടിയ വെള്ളാപ്പള്ളി നടേശൻ സാറിനും ആശംസകൾ.